ഇറാൻ US നിർണായകമായ ചർച്ചകൾ അല്പസമയത്തിനകം ഇസ്ലാമാബാദിൽ നടക്കും. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സേനയുടെ പിന്മാറ്റം, ഹോർമുസ് ജലപാതയിൽ പ്രത്യേക പ്രോട്ടോകോൾ, ഇതടക്കമുള്ള സങ്കീർണമായ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ച പത്തിര പദ്ധതിയിലുള്ളത്. ഹോർമുസ് കടലിടുക്കിൽ ടോൾ അനുവദിക്കില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. മിനാബിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളും ചോര പുരണ്ട ഓർമ്മകളുമായിട്ടാണ് ഇറാൻ പ്രതിനിധി സംഘം ചർച്ചയ്ക്കെത്തിയത്. If they're doing that, nobody knows if they're doing that, but if they're doing that, we're not going to let that happen. What would a good deal look like for you? No nuclear weapon, number one. You know, I think it's already been regime change, but we never had that as a criteria. No nuclear weapon. That's 99% of it. Yeah, but that'll open up automatically. The answer is yes, but the strait will open up. If we just left, the strait's going to, otherwise they make no money. So the strait's going to open, but what we have is no nuclear weapon, but we'll open the strait anyway. Don't forget, we don't use the strait. Other countries use the strait. So we do have other countries coming up, and they'll help out, but we don't use it. It won't be easy. It won't be. I would say this: we will have that open fairly soon. You don't need a backup plan. We have the military is defeated. Their military is gone. They have. You know, we've degraded just about everything. They have very few missiles. They have very little manufacturing capability. We've hit them hard. Our military is amazing, the job they've done. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. എത്ര കണ്ട് സാധ്യമാണ് ഈ ഒരു ചർച്ചയുടെ വിജയ സാധ്യത? എങ്ങനെ പുരോഗമിക്കുന്നു? ചർച്ചകൾ എപ്പോൾ ആരംഭിക്കും? അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചകൾ ആരംഭിക്കും. ലോകത്തിൻ്റെ ശ്രദ്ധ ഇപ്പോൾ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കാണ്. ഇസ്ലാമാബാദിൽ വലിയ വരവേൽപ്പ് അല്പം മുൻപ് US പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ എത്തി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അല്പം മുൻപ് ഇസ്ലാമാബാദിൽ എത്തിയത്. നേരത്തെ ഇറാൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ എത്തിയിരുന്നു. ഇനി നിർണായക ചർച്ചകൾ ഉച്ചയോടുകൂടി അവിടെ ഹോട്ടലിൽ നടക്കും. വളരെ പ്രാധാന്യത്തോടെയാണ് പാകിസ്ഥാൻ അവരുടെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഈ ചർച്ചകളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഇസ്ലാമാബാദിൽ ഈ തടിച്ചു കൂടുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ലോകത്തെ അറിയിക്കാൻ. പക്ഷേ ഈ സമാധാന ചർച്ചകളുടെ ഭാവി എന്താകും എന്നാണ് ഇപ്പോൾ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും. നേരത്തെ നമുക്കറിയാം ഈ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് ഈ അത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങളാണ്. പക്ഷേ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ, അതായത് 6 ആഴ്ചത്തെ യുദ്ധം, അതിനുശേഷം 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ, അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഒരു ചർച്ച തീരുമാനിച്ചിരുന്നു. ആ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്ന് 2 ഘട്ടങ്ങളായി ചർച്ച നടത്തും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യഘട്ടത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളുമായി ഇറാൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. അതിനുശേഷം US പ്രതിനിധി സംഘവുമായി ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചർച്ച നടത്തും. ഇറാനിൽ നിന്ന് 71 അംഗ പ്രതിനിധി സംഘമാണ് ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത്. അവരുടെ വരവ് തന്നെ ചില സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ്. അതായത് ഇറാൻ പ്രതിനിധി സംഘം വന്ന വിമാനം, ആ വിമാനത്തിൽ ഇറാൻ പ്രതിനിധികൾ 71 പേർ, ബാക്കിയുള്ള സീറ്റുകൾ അത് ഒഴിഞ്ഞ സീറ്റുകൾ ആയിരുന്നില്ല. മിനാബിൽ US ഈ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 165 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഒരു സ്കൂളിലായിരുന്നു പലതവണ മിസൈൽ ആക്രമണം ഉണ്ടായത്. ആ സ്കൂളിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ ആ കുരുന്നുകളുടെ ചിത്രം ഈ ഒഴിഞ്ഞ സീറ്റുകളിൽ പതിച്ച് അവരുടെ ചോര പുരണ്ട ബാഗുകൾ, അവരുടെ ഷൂസ്, ഇതടക്കമുള്ളവ ഈ ഒഴിഞ്ഞ സീറ്റുകളിൽ വെച്ചുകൊണ്ടാണ് ഈ ഇറാൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ വിമാനം ഇറങ്ങിയത്. അത് പ്രതീകാത്മകമായ ഒരു സന്ദേശം നൽകുന്നു. അതായത് ഈ യുദ്ധത്തിൽ എത്രത്തോളം നഷ്ടം അവർക്കുണ്ടായി എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. മാത്രമല്ല ഒരു വിട്ടുവീഴ്ചകൾക്കും കഴിയാത്ത വിധം വലിയ നഷ്ടമാണ് അവർക്കുണ്ടായത് എന്ന സന്ദേശം കൂടി ഇതിലൂടെ ഇറാൻ പങ്കുവയ്ക്കുന്നു. മറ്റൊന്ന്, ആരൊക്കെയാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നതാണ്. നേരത്തെ ഇറാൻ്റെ തന്നെ താല്പര്യമനുസരിച്ചാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് മുൻകൈയെടുത്ത് അതോടൊപ്പം തന്നെ ആ JD വാൻസിൻ്റെ സാന്നിധ്യം
ഇറാൻ്റെ കൂടി താല്പര്യപ്രകാരമാണ് ഇസ്ലാമാബാദിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. JD വാൻസിനൊപ്പം ജാരദ് കുഷ്ണർ, ട്രംപിൻ്റെ മരുമകൻ, അതോടൊപ്പം തന്നെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടക്കം ഉണ്ട്. മാത്രമല്ല ഇറാനിയൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് അവിടുത്തെ പാർലമെൻറ്റ് സ്പീക്കറാണ്. മുഹമ്മദ് ബാഗർ ഗാലിബഫാണ് ഈ ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. അവർക്കൊപ്പം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി, അവരുടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി അക്ബർ, അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്ക് ഗവർണറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇറാൻ്റെ സൈനിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉന്നതതല സംഘമാണ് ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് അറിയാം, നേരത്തെ ഇറാൻ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാൻ അമേരിക്ക തയ്യാറാകണം എന്നതാണ്. അതോടൊപ്പം തന്നെ ഹോർമൂസ് വഴിയുള്ള ജലഗതാഗതം അത് ഇറാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. അതിനൊരു പ്രത്യേക പ്രോട്ടോകോൾ നടപ്പാക്കും. ഇതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ആവശ്യം. മാത്രമല്ല ചില നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് എത്രത്തോളം സ്വീകാര്യമാകും എന്ന സംശയമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പശ്ചിമേഷ്യയിൽ നിന്ന് US സേന പിന്മാറണം എന്നൊരു ആവശ്യമാണ്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിന് മറ്റ് രാജ്യങ്ങളുടെ കൂടി ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഗ്യാരണ്ടികൾ അതും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇറാൻ ആവശ്യപ്പെട്ട 10 നിർദ്ദേശങ്ങൾക്ക് ബദലായി അമേരിക്കയും ഒരു 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അല്പം മുമ്പ് നമ്മൾ ട്രംപിൻ്റെ പ്രതികരണം കേട്ടിരുന്നു. ആ പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കുന്നത് ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്നതാണ്. നിലവിൽ ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളിൽ ആവശ്യമുണ്ട്. അതായത് സമാധാനപരമായ കാര്യങ്ങൾക്ക്, ഊർജ്ജ ആവശ്യങ്ങൾക്കായി ആണവ സമ്പുഷ്ടീകരണം തുടർന്ന് നടത്താനുള്ള അനുമതി വേണം എന്നൊരു ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ആണവ സമ്പുഷ്ടീകരണ വിഷയത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുന്നതിൽ, അതോടൊപ്പം തന്നെ US സൈന്യം പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറുന്നതിൽ, മിസൈൽ ശേഷി കുറയ്ക്കുന്നതിൽ, ഇറാൻ്റെ മിസൈൽ ശേഷി കുറയ്ക്കണമെന്നൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. ആ മിസൈൽ ശേഷി കുറയ്ക്കുന്നതിൽ ഇതടക്കമുള്ള കാര്യങ്ങളിൽ US വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്നാലും വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഈ ചർച്ചകളെ ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം JD വാൻസിൻ്റെ സാന്നിധ്യമാണ്. നേരത്തെ തന്നെ ഈ യാത്ര ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടുന്ന മുമ്പ് വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ ഇറാൻ പ്രതിനിധി സംഘം ഒരു കാര്യം വ്യക്തമാക്കുന്നു ഈ ചർച്ചകൾക്ക് മുന്നോടിയായി. അത് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് ഒരു ഗുഡ്വില്ലോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് സദുദ്ദേശപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് മനസ്സിലുണ്ട്. പക്ഷേ അമേരിക്കയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ആ പ്രതികരണം ചില കൃത്യമായ സന്ദേശങ്ങൾ നൽകുന്നു. അതായത് ഈ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ അമേരിക്ക എന്ത് നിലപാടാണ് അറിയിക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള ചർച്ചകൾ. സെൻട്രൽ ബാങ്കിൻ്റെ കമ്മീഷണർ അടക്കം ഇറാൻ്റെ പ്രതിനിധി സംഘത്തിൽ വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇറാനു മേൽ നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ അത് എത്രത്തോളം നീക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും ചർച്ചകളുടെ പുരോഗതി. മറ്റൊന്ന്, ഈ ഘട്ടത്തിലും വെടിനിർത്തലിൻ്റെ ഈ ഘട്ടത്തിലും ലെബനനിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇതിൽ വലിയ പ്രതിഷേധം ഇറാനുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ലെബനനിൽ ഹെസ്ബുള്ളയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരാവശ്യം ഇറാൻ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ആക്രമണം നിർത്താൻ തയ്യാറായില്ല. കഴിഞ്ഞ മണിക്കൂറുകളിലും ലെബനൻ്റെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ വരുന്ന ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ ലെബനനുമായി ഇസ്രായേൽ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറായിരിക്കുന്നു എന്ന നിർണായക വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നു. എന്തായാലും ഇന്ന് ഇസ്ലാമാബാദിൽ ഉരുത്തിരിയുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്ന ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന ഇസ്രായേൽ ലെബനൻ ചർച്ചകളുടെയും ഭാവി എന്ന് നമുക്ക് പറയണം. ഈ യുദ്ധത്തിന് ആധാരമായ കാരണങ്ങളിലേക്ക് നയിച്ചത് യുറേനിയം സമ്പുഷ്ടീകരണമാണ്. യുറേനിയം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 400 കിലോ ഓളം ഇറാൻ്റെ കൈവശമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നൊരാവശ്യം അമേരിക്ക ആദ്യഘട്ടം മുതൽ ശക്തമായി ഉന്നയിച്ചിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഇന്ന് ചർച്ചകൾ ഉണ്ടാകും. എന്തായാലും സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്ക എത്രത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഇറാൻ അവരുടെ നിലപാട് മയപ്പെടുത്തുന്നതും. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഉച്ചയോടുകൂടി ചർച്ചകൾ ആരംഭിക്കും. 2 ഘട്ടങ്ങളായിട്ടായിരിക്കും ചർച്ച. ആദ്യം പ്രത്യേകം അതായത് ഇറാൻ പ്രതിനിധി സംഘവുമായി ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന പ്രതിനിധി സംഘം ചർച്ച നടത്തും. ഒരു പക്ഷേ അസീം മുനീർ അടക്കമുള്ളവർ
ഈ ചർച്ചയുടെ ഭാഗമാകും. അതിനുശേഷം US പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തും. അതിനുശേഷമാകും ഒരു ഇറാൻ US ഫേസ് ടു ഫേസ് ചർച്ച എന്നതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ പോസിറ്റീവായ ഒരു റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും അന്താരാഷ്ട്ര രംഗത്ത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്ന മാധ്യമപ്രവർത്തകരടക്കമുള്ള വിദഗ്ധർ ഇപ്പോഴും പറയുന്ന അഭിപ്രായം ഒരു സമവായത്തിനുള്ള സാധ്യത കുറവ് എന്നതാണ്. അത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വിലയിരുത്തലിലേക്ക് അവരെത്തുന്നതും. കാരണം ഹോർമൂസിൽ ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ പാലിക്കാനോ ടോൾ പിരിക്കാനോ ഒന്നും ഇറാനെ അനുവദിക്കാൻ അമേരിക്ക തയ്യാറല്ല. അവിടെ അതൊരു അന്താരാഷ്ട്ര ജലപാതയാണ്. അവിടെ കൂടെയുള്ള ഗതാഗതം സ്വതന്ത്രവും സുഗമവുമാകണം എന്നൊരു നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. ഇതിൽ ഇറാൻ എന്ത് നിലപാടെടുക്കും? കാരണം ഈ യുദ്ധത്തിൽ ഇറാൻ്റെ കൈവശമുള്ള തുറുപ്പ് ചീട്ടാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ആധിപത്യം. ആ ആധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർ നടപടികൾ. ഒരുപക്ഷെ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിൽ ഇറാൻ കണക്ക് കൂട്ടിയ ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറായേക്കും. അതായിരിക്കും ഈ ഇസ്ലാമാബാദ് സമാധാന ചർച്ചകളിലെ ഒരു നിർണായക ഫോക്കസ് പോയിന്റും. സജിത്ത്. യെസ്, കാർത്തിക സൂചിപ്പിച്ചതുപോലെ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തൽക്കാലം ഇസ്ലാമാബാദിലേക്കാണ്. കാരണം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ചർച്ചകൾ അങ്ങേറ്റം ഫലം കാണേണ്ടതുണ്ട്. അതുണ്ടാകുമോ എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണ തരത്തിൽ ചർച്ചകൾ വിജയം കാണാനുള്ള സാധ്യതകൾ വിരളമാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അതിലേറ്റവും സങ്കീർണമാവുന്ന വിഷയം ഹോർമുസ് ആണ്. കാരണം ഒരു സ്വതന്ത്ര സഞ്ചാര പാതയാവണം ഹോർമുസ്. ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം, അമേരിക്കയുടെ പ്രഖ്യാപനം. പക്ഷേ ഇറാൻ്റെ ആദ്യ ഉടമ്പടികളിലൊന്ന് അല്ലെങ്കിൽ അവരുടെ നിബന്ധനകളിലൊന്ന് ഹോർമുസിൻ്റെ നിയന്ത്രണമാണ്. അത് അതിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ, സ്വതന്ത്ര പാതയാക്കി മാറ്റാൻ ഇറാൻ അനുവദിക്കുന്നില്ല. അതിന് ഇറാൻ്റെ നിലപാടുകൾ ആ രീതിയിലല്ല വരുന്നതെന്ന് കൂടി സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. നമുക്കറിയാം, സൈനിക ശക്തിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. പക്ഷേ ഹോർമുസ് ഒരു പ്രധാനപ്പെട്ട തുരുത്താണ്. കാരണം ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ തന്നെ നിശ്ചയിക്കാൻ കഴിയുന്ന അതിസങ്കീർണമായ സഞ്ചാരപാതയുടെ നിയന്ത്രണം ഇറാൻ്റെ കൈവശമായിരുന്നു. ആ ഇറാൻ്റെ കൈവശമുള്ള ആ സഞ്ചാരപാതയെ മുൻനിർത്തി തന്നെയാണ് ഈ യുദ്ധത്തിൽ, ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഒരു തുറുപ്പ് ചവിട്ടായി പ്രയോഗിക്കാൻ ഇറാന് കഴിഞ്ഞതുമെന്നതാണ് സാഹചര്യം. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക ക്രമങ്ങളെയും സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ മാറിയതിൻ്റെ കാരണവും ഹോർമുസാണ്. ഹോർമുസ് വഴിയുള്ള ഇന്ധന നീക്കം, അവിടെ ഗതാഗതം തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പ്രതിസന്ധി ഉണ്ടായതിന് കാരണവും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.